ഈശോയിലേറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, 50 നോമ്പിന്റെ 13-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവമായ കർത്താവ് മോശ വഴി നമുക്ക് നൽകിയ 10 കൽപ്പനകളിലെ 3-ാമത്തെ കൽപ്പനയെക്കുറിച്ച് ഒരു നിമിഷം നമുക്ക് ധ്യാനിക്കാം. പുറപ്പാടിന്റെ പുസ്തകം 20-ാം അധ്യായം 8 മുതലുള്ള തിരുവചനങ്ങളിൽ കർത്താവ് ഇങ്ങനെ പറയുന്നു: സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടൊത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലയും ചെയ്യരുത്. എന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഈശോയിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് വിശ്രമത്തിന് വേണ്ടി മാറ്റിവെച്ച, ദൈവാരാധനയ്ക്ക് വേണ്ടി മാറ്റിവെച്ച ദിനമാണ് സാബത്ത്, അല്ലെങ്കിൽ നാം ഇപ്പോൾ ആചരിക്കുന്ന ഞായറാഴ്ച എന്ന് പറയുന്ന ദിനം. ഈ ഞായറാഴ്ച ആചരണം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധമായിട്ടാണോ നടക്കുന്നത് എന്ന് പരിശ്രമിക്കുക. എത്രമാത്രം ആഗ്രഹത്തോട് തീഷ്ണതയോടുകൂടിയാണ് ഓരോ പരിശുദ്ധ കുർബാനയും അല്ലെങ്കിൽ ഓരോ ഞായറാഴ്ചയും ഓരോ സാബത്തിലും നാം കർത്താവിനോട് ഒത്തുചേരുക. ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന ഈ ദിനം കർത്താവ് വേല ചെയ്യരുത്, ദൈവാരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ള ദിനമാക്കി മാറ്റിവെച്ചിരിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ആളുകൾ നമ്മുടെ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കേണ്ടതാണ്. കാരണം അന്നേ ദിവസത്തെ അധ്വാനവും അന്നേ ദിവസത്തെ പ്രയത്നവുമെല്ലാം ദൈവാരാധനയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, പിതാവ് നമ്മോട് കരുണ കാണിച്ചതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കണമെന്നുള്ള അതേ വചനത്തോട് ചേർന്നിരുന്നു കൊണ്ട് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്ന രീതിയിലുള്ള കാരുണ്യ പ്രവർത്തികളാണോ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈശോയിൽ പ്രിയമുള്ളവരെ, ഞായറാഴ്ച ദിനത്തെ അത് അനുഗ്രഹിച്ച് വിശുദ്ധീകരിച്ച ദൈവത്തിൻ്റെ ആ കൽപ്പനയെ ഓർത്തുകൊണ്ട് അന്നേ ദിവസം കർത്താവിനോട് ചേർന്നിരുന്ന് ആരാധിക്കുവാനും ഏറ്റവും വിശുദ്ധമായ, ഏറ്റവും പരിശുദ്ധമായ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുവാനും നാം എല്ലാവരും പരിശ്രമിക്കണം. ഞായറാഴ്ച ആചരണം അത് ഏറ്റവും വിശുദ്ധമായിരിക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലേവ്യരുടെ പുസ്തകം 19-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നു: നിങ്ങൾ എൻ്റെ സാബത്ത് ആചരിക്കുകയും വിശുദ്ധ സ്ഥലത്തെ ബഹുമാനിക്കുകയും ചെയ്യുവിൻ, ഞാനാണ് കർത്താവ്. ഈശോയിൽ പ്രിയമുള്ളവരെ, സാബത്ത് ആചരിക്കണം, അതേപോലെ വിശുദ്ധ സ്ഥലത്തെ അല്ലെങ്കിൽ ദേവാലയത്തെ ബഹുമാനിക്കുന്നവരായി നാം മാറണമെന്ന് നമ്മുടെ പൊന്നു തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ നാളിതുവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സാബത്ത് ആചരണം, ഞായറാഴ്ച ആചരണം വിശുദ്ധമായിരുന്നോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ആയിരുന്നില്ലെങ്കിൽ നമുക്ക് തമ്പുരാന്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം, മാപ്പ് അപേക്ഷിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങൾ ഒരുപാട് ഞായറാഴ്ചകൾ ഞങ്ങൾ വിശുദ്ധമായിട്ട് ആചരിക്കാതെ കടന്നുപോയിട്ടുണ്ട്. കർത്താവെ, ഞങ്ങളോട് കരുണയായിരിക്കണമേ, ഞങ്ങളുടെ പാപങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഈ നിമിഷങ്ങളിൽ, ഈ ദിനത്തിൽ പ്രത്യേകം ദൈവ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ലേവ്യരുടെ പുസ്തകം തന്നെ 23-ാം അധ്യായത്തിന്റെ 32-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: ആ ദിവസം നിങ്ങൾക്ക് പൂർണ്ണ വിശ്രമത്തിന്റെ സാബത്തായിരിക്കണം, അന്ന് നിങ്ങൾ ഉപവസിക്കണം. ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവ് ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് ത്യാഗങ്ങളൊക്കെ എടുക്കാൻ, അല്ലെങ്കിൽ ഉപവാസം എടുക്കാൻ, നോമ്പെടുക്കാനായിട്ടൊക്കെ നമ്മൾ പരിശ്രമിക്കണം എന്നുള്ള ഒരു കാര്യം കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിനങ്ങളിലും ആ ദിനം ദൈവാരാധനയ്ക്കും അതേപോലെ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ള ദിനങ്ങളായി മാറണം. കർത്താവ് പറയുന്നുണ്ട്, പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കാളയോ കഴുതയോ കിണറ്റിൽ വീണാൽ അതിനെ രക്ഷിക്കാൻ ശ്രമിക്കാറില്ലേ? ഞായറാഴ്ച സാബത്താണെന്ന് പറഞ്ഞുകൊണ്ട് അധ്വാനിക്കാതെ ഇരിക്കാറുണ്ടോ എന്നൊക്കെ ഈശോ പറയുന്നതിനെ നമ്മൾ ഈ നിമിഷങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഞായറാഴ്ച ദിനം എന്ന് പറയുന്നത് അന്നേ ദിവസം നമ്മൾ ദൈവാരാധനയ്ക്കും അതേപോലെ ദൈവികമായ പ്രവർത്തനങ്ങൾക്ക്, കാരുണ്യ പ്രവർത്തികൾക്ക്, ശുശ്രൂഷകൾക്ക്, ആതുര സേവന മേഖലകൾക്കൊക്കെ പ്രത്യേക പ്രാധാന്യം കൊടുക്കുക, പൊതുമേഖലകൾക്കൊക്കെ പ്രത്യേകമായിട്ട് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ഈശോ ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധ ജീവിതം ഈശോയോട് ചേർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് ആത്മപരിശോധന ചെയ്ത് നമുക്കൊന്ന് ഒരുങ്ങി, പ്രത്യേകിച്ച് 14-ാം ദിനം എന്ന് പറയുന്നത് സാബത്തിന്റെ ദിനമാണ് ഈ നോമ്പിലെ. അപ്പോൾ ആ ദിനത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് ഒരുക്കി വിശുദ്ധീകരിക്കപ്പെട്ട് ജീവിക്കുന്നവരാകാം. നല്ല ഈശോ നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.